മലയാള സിനിമയിൽ ഒരുപാട് കഴിവുള്ള നടിമാർ വരികയും കുറച്ചു പടങ്ങളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത് ഒരു വിവാഹത്തോടെ രംഗം വിടുകയും ചെയ്ത നായികമാർ ഏറെയാണ്. മഞ്ജു വാര്യർ, മീര ജാസ്മിൻ, നവ്യ നായർ, കാവ്യ മാധവൻ, സംവൃത സുനിൽ ഇവരെല്ലാം അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. പക്ഷേ മഞ്ജുവും നവ്യയും ശക്തമായി തന്നെ തിരിച്ചു വന്നു. അവർ വീണ്ടും അപരപാളികളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. 2000 വന്ന നടിമാരിൽ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ അവസാന നായികയാണ് സംവൃത സുനിലെന്ന് സുനിശ്ചയം പറയാം. ലാൽ ജോസിൻ്റെ രസികൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സംവൃത സുനിലിൻ്റെ അരങ്ങേറ്റം. സംവൃത സുനിലിന് ശേഷം വന്ന പല നടിമാർക്കും ഹിറ്റ് സിനിമകൾ ലഭിച്ചെങ്കിലും കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഒരു സ്ഥാനവും ലഭിച്ചില്ല എന്ന് തന്നെ പറയണം. ഇന്നത്തെ പല മുൻനിര നായികമാരുടെ പേര് പോലും കുടുംബ പ്രേക്ഷകർക്ക് അറിയില്ല. പക്ഷേ സംവൃതയ്ക്ക് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ എന്നും ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. തീരെ താരജാടകളില്ലാത്ത ആളാണ് സംവൃതയെന്ന് ഒപ്പം പ്രവർത്തിച്ച പലരും പറഞ്ഞിട്ടുണ്ട്. തുടക്കകാലത്ത് സഹനായികയായിട്ടാണ് സംവൃതയ്ക്ക് അവസരങ്ങൾ ലഭിച്ചതെങ്കിലും സംവൃത അഭിനയിച്ച എല്ലാ സിനിമകളും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷക പ്രശംസ നേടുകയും ചെയ്തു. അച്ഛനുറങ്ങാത്ത വീട്ടിലെയും വാസ്തവ് എന്ന ചിത്രത്തിലെയും സംവൃതയുടെ പ്രകടനം മറക്കാൻ കഴിയുമോ? അരികെ, അയാളും ഞാനും തമ്മിൽ, ഡയമണ്ട് നെക്ലേസ് എന്നീ സിനിമകൾ സംവൃതയുടെ കരിയർ ഗ്രാഫ് ഉയർത്തി. സംവൃതയുടെ കൂടെ ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് പൃഥ്വിരാജായിരുന്നു. ആ സമയത്ത് പൃഥ്വിരാജിനെയും സംവൃതയെയും കൂട്ടിച്ചേർത്ത് ഒരുപാട് ഗോസിപ്പുകൾ വന്നിരുന്നു. പൃഥ്വിരാജ് കല്യാണം കഴിക്കുന്നതുവരെ ഒരു സമാധാനവുമില്ലായിരുന്നുവെന്നും എവിടെ പോയാലും എല്ലാവരും ഇത് തന്നെയാണ് ചോദിക്കുന്നതെന്നും സംവൃത പറഞ്ഞു. 5-ൽ ഒരാൾ അർജുനൻ, ചോക്ലേറ്റ്, തിരക്കഥ, റോബിൻഹുഡ്, പുണ്യം, അഹം, മാണിക്യക്കല്ല്, അയാളും ഞാനും തമ്മിൽ, വാസ്തവം എന്നീ സിനിമകളിലൊക്കെയും സംവൃതയും പൃഥ്വിയും ജോഡികളായി അഭിനയിച്ചു. തെറ്റു പറയാൻ പറ്റില്ല, രണ്ടുപേരും സ്ക്രീനിൽ നല്ല കെമിസ്ട്രി തന്നെയായിരുന്നു. കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്തായിരുന്നു സംവൃത US-ൽ എഞ്ചിനീയറായ അഖിൽ ജയരാജിനെ വിവാഹം കഴിക്കുന്നത്. 2018-ൽ നായിക എന്ന ടെലിവിഷൻ ഷോയിൽ ജഡ്ജായി സംവൃത തിരിച്ചു വന്നു. എന്തുകൊണ്ടാണ് സിനിമാ രംഗത്ത് നിന്നും ഒരു നീണ്ട ഇടവേള എടുത്തതെന്നുള്ള ആരാധകരുടെ ചോദ്യത്തിന് താൽക്കാലികമായി ഒരു ഇടവേള എടുക്കേണ്ട സമയമായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നത്. പക്ഷേ വൈകാതെ നിങ്ങൾ എന്നെ വീണ്ടും കാണൂ എന്നാണ് സംവൃത മറുപടി നൽകിയത്. നമുക്കെല്ലാവർക്കും വീണ്ടും ആഗ്രഹിക്കാം സംവൃതി എന്ന മലയാളത്തിലുള്ള നായികയുടെ ഒരു ഗംഭീര തിരിച്ചുവരവനായി. മലയാള സിനിമ വളരെ വലിയ മാറ്റത്തിൻ്റെ പാതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സംവൃത മടങ്ങിയെത്തുന്നത്. നല്ല അഭിനയ മുഹൂർത്തങ്ങൾ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ ഉതകുന്ന കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ എന്ന് GPS മീഡിയ സംവൃത സുനിലിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു.